മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബുർജ് അൽ അറബ് ആണ് കേട്ടോ. ലോകത്തിലെ ഒരേ ഒരു 7 സ്റ്റാർ ഹോട്ടലാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി അതിനകത്ത് കയറി വിസിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോയും വിശേഷങ്ങളും കാഴ്ചകളുമാണ് കേട്ടോ. ഇന്ന് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അതിന് ഈ മെയിൻ എൻട്രൻസും റിസപ്ഷൻ ഏരിയ ഒന്നും റെക്കോർഡ് ചെയ്യാനുള്ള അനുവാദമില്ല. കാരണം അവിടുത്തെ ഗസ്റ്റുകളുടെ പ്രൈവസിയെ മാനിച്ചാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് വിസിറ്റേഴ്സിനായിട്ട് അവർ മുകളിലത്തെ ഫ്ലോറിൽ കുറച്ച് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാണാനായിട്ട്. അവരുടെ അടുത്ത് ഒരു ക്വീൻ ബെഡ്റൂം ആൻഡ് കിങ് ബെഡ്റൂമും പിന്നെ കുറേ മ്യൂസിയം. ഇപ്പം നമ്മൾ ചെല്ലുമ്പം തന്നെ നമുക്കൊരു ചെറിയൊരു ഗ്ലാസ്സിലൊരു നാരങ്ങ വെള്ളം പോലൊരു ഡ്രിങ്ക് തരും. അത് കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിൽ കയറി നേരെ മുകളിലോട്ട്, ഇത് ഫ്ലോറാണെന്ന് ഞാൻ പറഞ്ഞത്, മുകളിൽ ചെല്ലുവാണ്. അപ്പോൾ അതിന് നല്ല അടിപൊളി എന്താ പറയുക, മുകളിൽ നിന്ന് നോക്കിയാലും അതിൻ്റെ മുകളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായ് മൊത്തം കാണാം, ബുർജ് ഖലീഫ കാണാം. അത്രയ്ക്ക് നല്ല വ്യൂ ഉണ്ട്. ഒരു വെള്ളത്തിൻ്റെ തീരത്താണ് കേട്ടോ. അപ്പോൾ അതൊരു അടിപൊളി കടലിൻ്റെ തീരത്താണത്. അത് കാരണം അതൊരു പുറത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. അകത്തെ വ്യൂ അതിലും ഭയങ്കരമാണ്. ഞങ്ങളാണെങ്കിൽ കുറേ ആലോചിച്ചതിന് ശേഷം കേട്ടോ അകത്ത് കയറിയത്. കാരണം നല്ല എക്സ്പെൻസീവാണ് ഒരാൾക്ക് അകത്ത് കയറണമെങ്കിൽ. അപ്പം നമ്മളാണെങ്കിൽ താഴെ പോയി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വരണം എന്നൊക്കെ ഒരു ചിന്തയിലാണ് ചെന്ന് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറേ പേരൊക്കെ അകത്ത് പോകുന്നുണ്ട്, കുറേ പേരൊന്നും പോകുന്നില്ല. അപ്പം നമുക്കിങ്ങനെ ഭയങ്കര ഒരിത്, ഇനിയിപ്പം നമ്മൾ ദുബായിൽ വന്നില്ലെങ്കിലോ, എന്തായാലും വന്നല്ലേ കയറിയാലോ, ഒരു അരമണിക്കൂർ ചർച്ച ചെയ്തതിന് ശേഷമാണ് എന്നാൽ പിന്നെ കയറി കണ്ടേക്കാന്നുള്ളൊരു ഇതിൽ ടിക്കറ്റ് എടുത്ത് പോയത് കേട്ടോ. എന്തായാലും പോയത് നന്നായി, വർത്തായിരുന്നു. കാരണം അത്രയും കാഴ്ചകളും അവരുടെ ഒരു സെറ്റപ്പും ഒരു ലക്ഷറിയും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര കളർഫുൾ കുറേ സ്വർണം. ഞാനാണെങ്കിൽ കുറേ സ്വർണം ചരണ്ടിക്കൊണ്ട് വരാനൊക്കെ നോക്കിയായിരുന്നു. കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഇത് ഭിത്തി എന്തൊക്കെയോ സാധനങ്ങൾ സ്വർണത്തിലാണ്. അപ്പം നിങ്ങൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണും കേട്ടോ. നമ്മളോട് എപ്പോഴും അവിടുത്തെ ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് ചെല്ലണേ. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫും ഉണ്ട്. അപ്പോൾ അവരാണ് നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതും. അവരുടെ കൂടെ തന്നെ പോകണം. നമുക്കങ്ങനെ എവിടെയും കുറേ നേരം നമുക്ക് സ്വന്തമായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യാനുള്ളൊരു പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ തന്നെ പോയി എല്ലാ വീഡിയോസ് എടുത്തു, കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം നിങ്ങൾ കാഴ്ചകളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറേ മ്യൂസിയം ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിയത്തിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹിസ്റ്ററി, ബിൽഡിങ് എങ്ങനെയാണ് ഐഡിയ വന്നത്, ഏത് വർഷമാണ് സ്റ്റാർട്ടിങ് ചെയ്തത്, പിന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഓരോ വർഷവും അവരുടെ യൂണിഫോം മാറും. അപ്പം ആ യൂണിഫോമുകൾ എല്ലാ വർഷവും മാറുമെന്ന് അറിയത്തില്ല, പക്ഷേ ചേഞ്ച് ആയിട്ടുള്ള യൂണിഫോമുകൾ അവരൊരു എക്സിബിഷൻ പോലെ അവിടെ വെച്ചേക്കുവാണ്. അതും വെറുതെ തുണിയെടുത്ത് തയ്പ്പിക്കുന്നതല്ല, അതോ വലിയൊരു ഫാഷൻ ഡിസൈനർ ഡിസൈൻ ചെയ്യുന്നതാണ് അവിടുത്തെ ഇവരുടെ യൂണിഫോമുകൾ. അതായത് റിസപ്ഷനിസ്റ്റ്, ഗസ്റ്റ് സർവീസിൻ്റെ, പിന്നെ ക്ലീനിങ്, അങ്ങനെ. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഒരു ദിവസം ഈ ഹോട്ടലിനകത്ത് 3500 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് പോലും. ഒന്ന് ഓർത്ത് നോക്കി, ഇവരൊക്കെ എന്തായിരിക്കുമല്ലോ അവിടെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഹോട്ടലിനകത്തെ ഡൈനിങ് ടേബിളിൻ്റെ മോഡലാണ് കേട്ടോ. ഇത് നമ്മൾ വിസിറ്റേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതുപോലാണ് അവിടുത്തെ ഡൈനിങ് ഇരിക്കുന്നത്. അവർ പ്രത്യേക ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു, എവിടെയും കയറി ഇരിക്കരുത്, തൊടരുത്, നിൽക്കരുത് എന്നൊക്കെ. പക്ഷേ എൻ്റെ മകനെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു. അവനെ ആര് പറഞ്ഞാൽ എന്ത് കേൾക്കാൻ, മൊത്തം കയറി തൊട്ട് കണ്ട് ഒക്കെ. ഈ കാണുന്ന ഈ സംഭവമൊക്കെ സ്വർണ്ണത്തിൽ ചെയ്ത് വെച്ചേക്കുന്നതാണെന്നാണ് കേട്ടോ അവിടെയുള്ളൊരു ഇത് പറയുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. പിന്നെ ഇവിടെ ഈ ഹോട്ടലിനകത്ത് ഒരുപാട് വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ വരികയും പല വിധത്തിലുള്ള ഇവൻറ്റ്സ് ഒക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വലിയ വലിയ ആൾക്കാർ വന്നവരുടെയും ഈ റേസ് കാർ ഇത് റൈഡ് ചെയ്യുന്നവരുടെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ സൂട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഏറ്റവും മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അവിടുന്ന് ഒരു അറബിക് കോഫിയും ഒരു ഡേറ്റ്സും തന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അറബിക് കോഫി കുടിക്കുന്നത്. 7 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ചെറിയൊരു കാപ്പിയും പിന്നെ ഒരു ഈന്തപ്പഴവും. Different. That is a presidential suite. Yeah. And this costs 40,000. Yeah, I mean 30,000 US dollars. Who comes and stays on that rooms? Celebrities. Yeah, we have a lot like Selena Gomez, Kendall Jenner, Gigi Hadid, Wayne Rooney, Justin Bieber, Nicki Minaj, Nelson Mandela, George W. Bush, Shah Rukh Khan, Amitabh Bachchan, a lot. They all come to Yeah. see. Yes. Are these all
gold. Like Yeah, it's a 24. everything is gold. 24 karat. 24 karat gold. Everything that's in gold color is Yeah, gold. it's a gold. This table is gold. No, this is not. ഈ പുള്ളി അവിടുത്തെ ജോലിക്കാരനാണ് കേട്ടോ. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ ഒരു $40,000 ആവും പോലും 1 നൈറ്റിന് ഈ ഹോട്ടലിൽ, ഈ കിങ് ആൻഡ് ക്വീൻ റൂമിൽ. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഈ കിങ് ആൻഡ് ക്വീൻ റൂമിൻ്റെ റൂം. അവിടുത്തെ സൂട്ട് റൂമല്ല കേട്ടോ, സൂട്ട്. പിന്നെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജോർജ് W. ബുഷും പിന്നെ അമേരിക്കയിലെ കുറേ ഫേമസ് ആയിട്ടുള്ള പാട്ടുകാർ, പിന്നെ ആരാ, അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ, ഇങ്ങനെയുള്ള കുറേ ഇങ്ങനെ ഇത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് പോലും ഈ റൂമിലൊക്കെ വന്ന് താമസിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ റൂമുകളൊക്കെ ഇപ്പം നിലവിൽ അവർ ഇതിനായിട്ട് കൊടുത്തേക്കും, ഇങ്ങനെ കാണാനായിട്ട് വിസിറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തേക്കുവാണ്. അപ്പം അയാൾ പറഞ്ഞത് ഇവിടുത്തെ സ്വർണ്ണ കളറിലുള്ളതെല്ലാം 24 കാരറ്റ് ഗോൾഡാണ് എന്നാണ്. ഞങ്ങളാണെങ്കിൽ ഒരുപാട് ആലോചിച്ചിട്ടാട്ടോ ഇതിനകത്ത് കയറണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനം എടുത്ത്. കാരണം നല്ല എക്സ്പെൻസീവ് ആണ്. എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഒരാൾക്ക് ഇതിനകത്ത് പോകാനായിട്ട് 250 AD എങ്ങാണ്ടാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അപ്പം നമ്മളത് കുറേ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത് നമുക്ക് പോകാമെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് തന്നെ ഇതിൻ്റെ മുകളിൽ ഗോൾഡ് ക്യാപ്പച്ചീനോ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് എക്സ്ട്രാ 150 AD കൊടുക്കണമായിരുന്നു. അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത്രയ്ക്ക് ലക്ഷറി വേണ്ടാന്ന് തീരുമാനിച്ചതുകൊണ്ട് ഗോൾഡ് ക്യാപ്പച്ചീനോ കുടിച്ചില്ല. 7 സ്റ്റാർ ഹോട്ടലിലാണ് ഗൈസ്. എന്താ പറയാനുള്ളത്? ഞങ്ങൾ 7 സ്റ്റാർ ഹോട്ടലിലാണ് ഗൈസ്. ഒന്നും പറയാനില്ല, എല്ലാം സ്വർണ്ണമാണ്. ഇത്ര നേരം കണ്ടത് വെച്ച് എന്താണ് തോന്നുന്നത്? ഇതിന്റെ ഒരു പ്രത്യേക ലുക്കും കാര്യങ്ങളും പ്രത്യേക ഒരു ഫീലാണ്. എന്താ പറയുക, കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഗോൾഡൻ നല്ലൊരു തണുപ്പാണ്. പ്രത്യേക ഒരു സ്മെല്ലുണ്ടല്ലേ, ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ലൈറ്റ് സ്മെല്ലുണ്ട്. നല്ല കാർപ്പറ്റൊക്കെ. ഇവരിത് ഉണ്ടാക്കിയിരിക്കണ പ്രൈസ് എത്രയാണെന്ന് പറയത്തില്ല പോലും, അത് സീക്രട്ടാണെന്ന്. ഇത്രയും സ്വർണ്ണമൊക്കെ വെക്കണമെങ്കിൽ ട്രില്യൺസിന് ബില്യൺസിന് ഒക്കെ വേണമായിരിക്കും. ഓഫീസ് ബിൽഡിംഗ് ആണെന്നല്ലേ. ഞാൻ പിന്നെ ഈ സ്വർണം ചേരണ്ടാൻ നോക്കുവാണ്, പക്ഷെ കിട്ടുന്നില്ല. ഫ്രണ്ട്സ്, പിന്നീട് സ്വർണം ചേരണ്ടെടുക്കാനുള്ള പരിപാടിയാണ്, പക്ഷെ രക്ഷയില്ല. ഒരു രക്ഷയില്ല. നമ്മുടെ കയ്യിലുള്ള ആധാരം പണയം വെച്ചാലും നടക്കില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് എത്ര രൂപയെന്ന് പറഞ്ഞ്? 1 ലക്ഷം. 1 ലക്ഷമാണ് ഒരു ഏറ്റവും കുറവ് വരുന്നതാണ് ഒരു ദിവസം, ഒരു നൈറ്റിന്. ആ സ്യൂട്ട് റൂമിന് എത്രയാണ് പറഞ്ഞത്? ഇതിന് $40,000 എന്ന് പറഞ്ഞാൽ എത്രയോ ഇന്ത്യൻ രൂപ? $40,000 പറഞ്ഞത് അല്ലേ? പെർ ഡേ ഇവിടെ സ്റ്റേ ചെയ്യുന്നതിന് എന്താണ് റേറ്റ്? ഏറ്റവും കുറവ് $2,000 ആണ്. അപ്പോൾ 1 ലക്ഷം പെർ ഡേ, ഒരു ദിവസം ഏറ്റവും കുറവ് പൈസ. ഏറ്റവും കുറവ്, അതായത് നമ്മുടെ നാട്ടിലെ ഒരു 1,00,000 മുകളിൽ വരുമല്ലോ. 1,00,000 മുകളിൽ വരും ഒരു ദിവസം സ്റ്റാർ ഹോട്ടലിൽ നമ്മുടെ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോയി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് us. താങ്ക് യു.